ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ 2024 അങ്ങനെ എൻഡ് ആവുകയാണല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടൊരു 2024 റീക്യാപ്പ് ചെയ്തുകൂടാ. കാരണം എൻ്റെ ദൈവമേ, 2024 എന്ന് പറയുന്നത് ബാക്കിയുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സംഭവബഹുലമായൊരു വർഷം ആയിരുന്നു എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ എന്നെ അറിയാവുന്ന കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാൻ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത്. ലൈഫിൽ വിചാരിക്കാത്ത പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടായ ഒരു വർഷമായിരുന്നു ഇത്. നമ്മുടേതെന്ന് വിചാരിച്ചത്, നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് അത്രയും ട്രസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ചതി, പിന്നെ പ്രതീക്ഷിക്കാത്ത ആൾക്കാരുടെ കയ്യിൽ നിന്നുള്ള കുറച്ച് ഇഷ്യൂസ്, അല്ലെങ്കിൽ കുറേ നല്ല ആൾക്കാരുടെ കടന്നു വരവ്, കുറേ ഹാപ്പി മൊമെന്റ്സ്, വിഷമമായ മൊമെന്റ്സ്, അങ്ങനെ ഒരു മിക്സ്ചർ തന്നെ ആയിരുന്നു 2024 എന്ന് പറയണത്. തുടക്കമൊക്കെ ഞാൻ വിചാരിച്ചിട്ട് ദൈവം ഇത്രയും ഒരു 3G വർഷം വേറെ ഇല്ല. കാരണം നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് നിന്ന ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു അടി നമ്മളെ ലൈഫിനെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്ത് ഒരു പേഴ്സൺ ഇറങ്ങി പോകുമ്പോഴുള്ള ജെനുവിനായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കുള്ള കൈൻഡ് ഓഫ് വിഷമം, അത് ആ ഒരു ഫേസ് കണ്ടു. അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുന്നത് PTSD, ഡിപ്രഷൻ, ആൻസൈറ്റി, ഇതൊക്കെ കേട്ടിട്ട് പരിചയമുണ്ട് എന്നല്ലാണ്ട് അനുഭവിച്ചറിഞ്ഞ കുറച്ച് മാസങ്ങളായിരുന്നു ആദ്യത്തെ ഒരു 6 മാസം. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് മാസങ്ങൾ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള 6 months എന്ന് പറയുന്നതാണ് ശരിക്കും ഒരു ഐ ഓപ്പണർ. നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പം ആരൊക്കെ കൂടെ ഉണ്ടാവില്ല എന്നൊക്കെയുള്ള റിയലൈസേഷൻസ് വന്നു. നമ്മൾ നമ്മുടേതാണെന്ന് കൂടെ നിർത്തിയപ്പോൾ സൗഹൃദമാണെങ്കിലും റിലേഷൻ ആണെങ്കിലും ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ആരൊക്കെ കൂടെ ഉണ്ടാവുക നമുക്ക് അറിയാൻ പറ്റുകയെന്ന് പറയില്ല. അത് ശരിക്കും മനസ്സിലായി. അപ്പം അതിൻ്റെ ബേസായിട്ട് കുറേ ആൾക്കാർ ഞാൻ തന്നെ ലൈഫിൽ നിന്ന് എടുത്ത് കളഞ്ഞു. പക്ഷേ നമ്മൾ പറയില്ലേ, നമുക്ക് ശരിക്കും മനസ്സിലാവും when the God's replacement arrives. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ പോകുന്ന ആ ഒരു മൊമെന്റിൽ തന്നെ അതിലും മികച്ച ആൾക്കാരുടെ റീപ്ലേസ്മെന്റ് ഉണ്ടായി എന്ന് വേണം പറയാനായിട്ട്. അപ്പം എൻ്റെ കൂടെ നിന്ന ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഈ ഒരു ടൈം പീരീഡിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഉണ്ടായി. ഞാൻ പ്രതീക്ഷിച്ച ആൾക്കാരും ഉണ്ടായില്ല, ബട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത, നമ്മളധികം കെയർ ചെയ്യാത്ത ആൾക്കാരായിരുന്നു നമ്മുടെ ഒപ്പം, അല്ലെങ്കിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരല്ല, നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെ വേണം നമ്മൾ പ്രയോറിറ്റി കൊടുക്കാന്നൊക്കെ പറയുന്നത്. അതെനിക്ക് ശരിക്കും മനസ്സിലായി. പിന്നെ എൻ്റെ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ നിന്നിട്ട് സന്തോഷമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് എനിക്കൊരു ബാക്ക് ബോൺ ഉണ്ട്, ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്ന ഒരാളുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. കരഞ്ഞിരുന്ന് എന്നെ എന്നും ചിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തതിനൊക്കെ താങ്ക് യു സോ മച്ച്. ആ ആൾക്കാണെങ്കിലും കുറച്ച് പേർക്കാണെങ്കിലും എനിക്ക് അത് ഒരു താങ്ക്സിൽ ഒതുങ്ങുന്നതല്ല. അപ്പോൾ അപ്പം പിന്നെയുള്ളൊരു 6 months എന്ന് പറയുകയാണെങ്കിൽ കുറേ നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടായി. എനിക്ക് ജോഷ് ടോക്കിൽ ഒരു ടോക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റി. എൻ്റെ വീഡിയോ ഇറങ്ങിയിട്ടില്ല, റിലീസാവും. പിന്നെ എന്നെ എപ്പോഴും ബോഡി ചെയ്യുന്നതായിരുന്നു ആൾക്കാരിലേക്ക്, എന്ത് മിനിറ്റാണ്, ഇതെന്ത് കോലാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ വിമൻ മോഡൽ ഫിസിക് എന്ന ഒരു ഷോയിൽ എനിക്ക് ഇറങ്ങാൻ പറ്റി, സ്റ്റേജിനെ ഫേസ് ചെയ്യാൻ പറ്റി. അതെൻ്റെ ഒരു കംബാക്ക് തന്നെയായിരുന്നു. കാരണം 3 വർഷങ്ങൾക്ക് മുന്നായിരുന്നു ഞാൻ ഈ ഷൂസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായേ. അതിനുശേഷം ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ദിസ് ഇസ് ദ ബിഗിനിങ്. അതെനിക്ക് വളരെ ഒരു കോൺഫിഡൻസും ഹാപ്പിനെസ്സും തന്നൊരു കാര്യമാണ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, ഈ ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ട് കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, എൻ്റെ ദൈവമേ, അവരോടാണ്. അപ്പം ഇതിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള ആ ഒരു കുറച്ചൊരു ടൈം പീരീഡില്ലേ, ആ ഒരു മൊമെന്റ്സ് ഇല്ലേ, അതാണ് ശരിക്കും ലൈഫ്. അതായത് നമ്മൾ ശരിക്കും ജയിലിൽ കിടന്നിട്ട് ഇറങ്ങുന്നൊരു ഫീല്, പരോളിനോ ഒരു സമാധാനവും സന്തോഷവുമാണ്. സത്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, നമുക്ക് ഹാപ്പി ആയിട്ട് നിൽക്കാം, നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കാം, നമുക്ക് പുറത്ത് പോവാം, നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം, ഒന്നുമില്ലെങ്കിലും മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ എനിക്കിങ്ങനെ വിട്ടെടുക്കുന്ന ആൾക്കാരോടൊക്കെ പറയാനുള്ളത് ഇതാണ്: കരഞ്ഞ് തീർക്കേണ്ടതല്ല ഒരിക്കലും നിങ്ങളുടെ ജീവിതം. അപ്പോൾ നമ്മൾ പറയില്ലേ, എന്ത് കാര്യം നടക്കുന്നതും അതിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായി എന്തിനാണ് ദൈവം കുറച്ച് ആൾക്കാരെ ലൈഫിൽ നിന്ന് എടുത്ത് കളയുന്നത്, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ നമുക്ക് തരുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു റിയൽ എക്സാമ്പിൾ തന്നെയായിരുന്നു ഈ കഴിഞ്ഞ മാസങ്ങൾ എന്നൊക്കെ ഉള്ളത്. അപ്പം
ഇങ്ങനെ കുറേ പേര് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഇതന്നെയാണ്. ഹോപ്പ് യുവർ ടൈം വിൽ കം. നമ്മളോട് ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളത് അനുഭവിക്കാതെ പോവില്ല. യൂണിവേഴ്സ് വിൽ പേ ഫോർ ദാറ്റ്. പിന്നെ കേസും കാര്യങ്ങളുടെയൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോസിറ്റീവായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ലീഗൽ ഫോർമാലിറ്റീസും പ്രൊസീജിയേഴ്സൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പം നോക്കാം, ലെറ്റ്സ് സീ ഇനി എന്താണ് അടുത്തത് എന്നുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരും എലോൺ അല്ല, ഒറ്റയ്ക്കല്ല. അപ്പം എന്തെങ്കിലും വിഷമങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ താഴെ എൻ്റെ ഇൻസ്റ്റാ ID കൊടുക്കാം, നിങ്ങൾക്ക് ഷുവറായിട്ടും പറയാം. ഇറ്റ്സ് ഫൈൻ, ഓൾ ഇയേഴ്സ്. അപ്പോൾ ഒന്നിലും വിഷമിച്ചിരിക്കരുത്. ഒന്നേ പറയാനുള്ളൂ, ലൈഫ് ഇവിടെ കൊണ്ടൊന്നും തീർന്നിട്ടില്ല. ഒരു വ്യക്തി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം എന്നുള്ളത്. അപ്പം എന്തൊക്കെയാണെങ്കിലും ബെറ്റർ ഡേയ്സ് വരിക തന്നെ ചെയ്യും. നമ്മൾ ഈ കരഞ്ഞതിനും വിഷമിച്ചതിനും എല്ലാത്തിനും ഉള്ള നല്ല ദിവസങ്ങൾ വരുന്നുണ്ട്. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അപ്പം എനിക്ക് 2025 എന്ന് പറയുന്നത് ഈ ഗോഡ്സ് സ്ട്രോങ്ങസ്റ്റ് വാരിയർ ലിസ്റ്റിൽ നിന്ന് ഒന്ന് മാറിയിട്ട്, അതായത് ദൈവത്തിൻ്റെ പോരാളികൾ എന്നുള്ള ആ ഒരു ലിസ്റ്റിൽ നിന്ന് മാറിയിട്ട് ഒന്ന് ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹവും ഒരു ഇതാണ് ഉള്ളത്. കാരണം ഇനി ലെസൺസ് ലേൺ ചെയ്യാനില്ല, അതിൽ PhD എടുത്തു എന്നുള്ളൊരു ലെവലാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു 2024 എന്ന് പറഞ്ഞത്. അപ്പോൾ 2025 എന്ന് പറയുന്നത് എല്ലാവർക്കും നല്ലൊരു വർഷം തന്നെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അൺടിൽ നെക്സ്റ്റ് വീഡിയോ, ടേക്ക് കെയർ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.